തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നാടകീയമായ നീക്കങ്ങൾ തുടരുന്നു. വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടെ സത്യപ്രതിജ്ഞ ചടങ്ങുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം നീളുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഗവർണർ RN രവി കടുത്ത നിലപാട് സ്വീകരിച്ചതോടെ വിജയ് സർക്കാർ രൂപീകരിക്കുന്നത് പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കേവല ഭൂരിപക്ഷം തെളിയിക്കുന്നതിന് ആവശ്യമായ കൃത്യമായ രേഖകളും പിന്തുണയ്ക്കുന്ന MLA-മാരുടെ വ്യക്തമായ വിവരങ്ങളും ഹാജരാക്കാതെ വിജയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് രാജ്ഭവൻ. നിലവിൽ 116 അംഗങ്ങളുടെ പിന്തുണ വ്യക്തമാക്കുന്ന കത്താണ് TVK നേതൃത്വം ഗവർണർക്ക് കൈമാറിയിട്ടുള്ളത്. എന്നാൽ തമിഴ്നാട് നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ ആവശ്യമായ അംഗബലം ഈ കത്തിലൂടെ വ്യക്തമാകുന്നില്ലെന്ന് ഗവർണർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. പിന്തുണ നൽകുന്ന MLA-മാരുടെ പട്ടികയിൽ വലിയ രീതിയിലുള്ള അവ്യക്തത നിലനിൽക്കുന്നുണ്ടെങ്കിലും സമർപ്പിച്ച രേഖകളിൽ പൂർണ്ണമായ ബോധ്യം വരാത്ത പക്ഷം സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് അനുമതി നൽകാനാവില്ലെന്നുമാണ് രാജ്ഭവൻ വൃത്തങ്ങൾ നൽകുന്ന ഔദ്യോഗിക സൂചന. ഭൂരിപക്ഷ കണക്കുകളിൽ വ്യക്തത വരുത്താൻ സാധിക്കാത്തത് TVK-യുടെ സർക്കാർ രൂപീകരണ നീക്കങ്ങൾക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. തമിഴക രാഷ്ട്രീയത്തിലെ നാടകീയ നീക്കങ്ങൾക്ക് കൂടുതൽ കരുത്തു പകർന്ന് AMMK നേതാവ് TTV ദിനകരനും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കണമെന്ന ഔദ്യോഗിക ആവശ്യവുമായി ഗവർണറെ സന്ദർശിച്ച ദിനകരൻ വിജയുടെ പാർട്ടിക്കെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. വിജയുടെ തമിഴക വെട്രിക്കഴകം ഗവർണർക്ക് സമർപ്പിച്ച MLA-മാരുടെ പിന്തുണക്കത്ത് വ്യാജമാണെന്നും കേവല ഭൂരിപക്ഷമില്ലാതെ വ്യാജരേഖകൾ ചമച്ച് അധികാരം പിടിച്ചെടുക്കാനാണ് താരം ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. വിജയ്ക്ക് ആവശ്യമായ അംഗബലമില്ലെന്ന് ആവർത്തിക്കുന്ന ദിനകരന്റെ ഈ നീക്കം രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങളെ TVK നേതൃത്വം പാടെ തള്ളിക്കളയുകയും ശക്തമായി നിഷേധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും രാഷ്ട്രീയത്തിലും ഭരണതലത്തിലുമുള്ള മുൻപരിചയമില്ലായ്മ വിജയുടെ കരുനീക്കങ്ങൾക്ക് തിരിച്ചടിയാകുന്നുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. കൃത്യമായ രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയുന്നതിൽ വിജയിന്റെ ടീമിന് സംഭവിക്കുന്ന പാളിച്ചകൾ എതിരാളികൾക്ക് ആയുധമാകുന്നു എന്നതും ഈ വിവാദത്തിലൂടെ വ്യക്തമാകുന്നു. ഇന്ന് VCK സ്വീകരിക്കുന്ന നിലപാട് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. 2 MLA-മാരുള്ള VCK വിജയെ പിന്തുണയ്ക്കുമോ അതോ വിട്ടുനിൽക്കുമോ എന്നത് സർക്കാർ രൂപീകരണത്തിൽ നിർണായകമാകും. VCK നേതാവ് തിരുമാളവൻ ഇന്ന് തന്റെ നിലപാട് വ്യക്തമാക്കാനിരിക്കെ തമിഴകം ആകാംക്ഷയുടെ മുനയിലാണ്. വിജയ് എന്ന രാഷ്ട്രീയ നേതാവും അദ്ദേഹത്തിന്റെ പാർട്ടിയായ TVK-യും നിലവിൽ നേരിടുന്ന പ്രധാന പ്രതിസന്ധികൾ ഭരണപരമായ പരിചയക്കുറവും സഖ്യകക്ഷികളുടെ നിലപാടുകളുമാണ്. രാഷ്ട്രീയ രംഗത്തെ പുതുമുഖക്കാരായ വിജയ്ക്ക് നിയമപരമായ സങ്കീർണതകളിലും ഭരണപരമായ നടപടിക്രമങ്ങളിലും ആവശ്യമായ അറിവും പരിചയവും ഇല്ലാത്തത് സർക്കാർ രൂപീകരണ നീക്കങ്ങളിൽ വലിയ വെല്ലുവിളിയായി മാറുന്നുണ്ട്. ഇതിനു പുറമെ ഭൂരിപക്ഷം തെളിയിക്കുന്നതിന് ആവശ്യമായ ചെറിയ പാർട്ടികളെ ഒപ്പം നിർത്തുന്നതിൽ TVK-യുടെ ടീം പരാജയപ്പെട്ടു എന്നതും സഖ്യകക്ഷികളുടെ ചാഞ്ചാട്ടവും കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. കേന്ദ്ര സർക്കാരുമായി അത്ര നല്ല ബന്ധത്തിലല്ലാത്ത തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഗവർണറുടെ ഓരോ കർക്കശമായ നീക്കവും അതീവ ഗൗരവത്തോടെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. കൃത്യമായ ഭൂരിപക്ഷം ഉറപ്പാക്കാതെ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന ഗവർണറുടെ നിലപാട് വിജയുടെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ നിർണായകമായ ഒരു പരീക്ഷണമായി മാറിയിരിക്കുകയാണ്. തമിഴ്നാടിന്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് നിലവിൽ സംസ്ഥാനം കടന്നുപോകുന്നത്. ഒരു സമ്പൂർണ്ണ ഭരണമാറ്റം ഉടൻ സംഭവിക്കുമോ അതോ കൃത്യമായ ഭൂരിപക്ഷം തെളിയിക്കപ്പെടാത്ത സാഹചര്യത്തിൽ അനിശ്ചിത കാലത്തേക്ക് രാഷ്ട്രപതി ഭരണത്തിലേക്കോ മറ്റോ സംസ്ഥാനം നീങ്ങുമോ എന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിൽ നടക്കുന്ന ചർച്ചകളും ഗവർണറുടെ അന്തിമ തീരുമാനവും നിർണായകമാകും. വിജയെ സംബന്ധിച്ചിടത്തോളം വെള്ളിത്തിരയിലെ തന്റെ വൻ വിജയങ്ങൾക്ക് ശേഷം രാഷ്ട്രീയ ഗോതയിൽ അദ്ദേഹം നടത്തുന്ന ഈ ആദ്യ അംഗം തന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ പരീക്ഷണ ഘട്ടമായി മാറിയിരിക്കുകയാണ്. കേവല ഭൂരിപക്ഷം ഉറപ്പാക്കുന്നതിനൊപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടേണ്ടി വരുന്നത് അദ്ദേഹത്തിന്റെ നയതന്ത്രജ്ഞതയുടെയും പാർട്ടിയുടെ അടിത്തറയുടെയും മാറ്റുരയ്ക്കപ്പെടലാണ്. തമിഴകത്തെ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റാൻ ഈ നാടകീയ നീക്കങ്ങൾക്കാകുമോ അതോ അപ്രതീക്ഷിതമായ തിരിച്ചടികൾ വിജയുടെ രാഷ്ട്രീയ സ്വപ്നങ്ങൾക്ക് തടസ്സമാകുമോ എന്ന് രാജ്യം മുഴുവൻ ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്.